നാം മൂന്നാമത്തെ സെക്ഷനിലേക്ക് വരികയാണ്. വെളിപാട് പുസ്തകം 1:19 നാം വായിച്ചു. വെളിപാട് പുസ്തകത്തെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനിമേൽ സംഭവിപ്പാനുള്ളത്. ഇപ്പോഴുള്ളത് 2-3 അധ്യായത്തിലുള്ള ദൈവസഭയ്ക്ക് കൊടുത്ത ദൂതായിരുന്നു. ഇനിമേൽ സംഭവിപ്പാനുള്ളത് 4-ാം അധ്യായത്തിൽ ആരംഭിക്കുകയാണ്. നമ്മുടെ പഠനം ഇനി അവിടം തൊട്ട് ആരംഭിക്കുകയാണ്. ഭാവികാല സംഭവങ്ങളെക്കുറിച്ചും മാത്രമല്ല ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചും മറ്റും നമുക്കിനിയുള്ള ഭാഗങ്ങളിൽ പഠിക്കുവാനായിട്ട് തുനിയാം. നമുക്കതിൻ്റെ ആരംഭം ഇവിടെ കുറിക്കുകയാണ്. നോക്കുക, ഈ 4-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സ്വർഗം തുറന്നിരിക്കുന്നത് ഇവിടെ മാത്രമല്ല, മറ്റനേക സമയങ്ങളിൽ സ്വർഗം തുറന്നിരിക്കുന്നത് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് എസെക്കിയേൽ 1:1 വായിക്കുന്നു, മത്തായി 3:16 വായിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 7:56 വായിക്കുന്നു. സ്വർഗം തുറന്നിരിക്കുന്നത് പല പ്രാവശ്യം തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്ന ശ്രദ്ധിച്ചാൽ സ്വർഗം തുറന്നിരിക്കുക എന്നല്ല, യോഹന്നാന് ഒരു ഇന്റിമേറ്റ് പേഴ്സണൽ വെളിപ്പാട് ദൈവത്തിന്റെ കൊടുക്കുകയാണ്. എങ്ങനെ? സ്വർഗത്തിൽ എ ഡോർ ഈസ് ഓപ്പൺ. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു കാണിക്കുകയാണ്. സ്വർഗത്തിലെ വാതിൽ തുറക്കുകയാണ്. സ്വർഗം തുറന്നു എന്നല്ല, സ്വർഗം തുറന്നതായിട്ട് എസെക്കിയേൽ 1:1 മത്തായി 3:16 അപ്പോസ്തലപ്രവൃത്തി 7:56 വചനത്തിൽ അനേക പ്രാവശ്യം ഓർപ്പിക്കുന്നുണ്ട് സ്വർഗം തുറന്നത്. എന്നാൽ ഇവിടെ യോഹന്നാന് കൊടുക്കുന്ന കാഴ്ച, ഇറ്റ് ഈസ് മോർ ഇന്റിമേറ്റ് റിലേഷൻ ടു ഗോഡ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെ അഭേദ്യമായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം സ്വർഗത്തിലെ 3-ാം സ്വർഗത്തിലെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ വാതില് ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന മുറിയിലേക്കുള്ളൊരു വാതിലായിരുന്നു. നമ്മൾ ആ സിംഹാസനത്തെക്കുറിച്ച് ദൈവം വെച്ചാൽ പഠിക്കും. അത് പഠിക്കുവാനായിട്ട് ആവശ്യമായ ഒരു വിഷയമാണ്. എന്നാൽ ഇവിടെ പ്രാരംഭമായി എനിക്ക് പറയാനായിട്ടും പഠിപ്പിക്കാനുമായിട്ടുള്ളൊരു കാര്യം, ഇതുവരെ നമ്മൾ സഭയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് 2-3 അധ്യായങ്ങളിൽ. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വം 1-ാം അധ്യായത്തിലും സഭയ്ക്കുള്ള ദൂതുകൾ സഭാകാലയളവിനെ കുറിച്ചുള്ളത് 2-3 അധ്യായങ്ങളിലും പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 4-ാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിക്കാമെന്ന് പറയുമ്പോൾ സഭ ഇപ്പോൾ എവിടെയാണ്? മേലാൽ സംഭവിക്കാനുള്ളത് വെളിപ്പെടുത്തുമ്പോൾ തിങ്സ് ദാറ്റ് ഹാസ് ടു ഹാപ്പൻ ഹിയർ ആഫ്റ്റർ, സഭാകാലയളവിനെ പറഞ്ഞ് അതിന്റെ ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ സഭ എവിടെയാണ്? ഇത് സംശയങ്ങൾ ജനിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. വെളിപാട് പുസ്തകത്തിൽ നിന്ന് മാത്രം ഞാൻ ചില പാഠങ്ങൾ എടുക്കുകയാണ്. സഭ ഇപ്പോൾ എവിടെയാണ്? ഒന്നാമത് നാം മനസ്സിലാക്കണം, ഈ 2-3 അധ്യായങ്ങളിൽ ആവർത്തിച്ച് സഭയെക്കുറിച്ച് പറഞ്ഞ ശേഷം സഭ എന്ന വാക്ക് മേലാൽ സംഭവിക്കാനുള്ള കാര്യം പറയുമ്പോൾ പറയുന്നില്ലേ? സഭ എന്ന വാക്ക് പറയുന്നില്ലേ? 4-ാം അധ്യായം തുടങ്ങി സഭ എന്ന വാക്കോ ദൈവസഭയെക്കുറിച്ചോ ഒരു വെളിപ്പാടുമില്ല. 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വരുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ 2-ാം വരവ്, മഹത്വ പ്രത്യക്ഷത. അവൻ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുന്നു. 11-ാം വാക്യം, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. യേശുക്രിസ്തു മടങ്ങി വരികയാണ്. അവന്റെ വരവിനോടുള്ള ബന്ധത്തിലാണ് വീണ്ടും സഭയെക്കുറിച്ച് വായിക്കുന്ന 19:7 കുഞ്ഞാടിന്റെ കല്യാണം വന്നു, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി. ദൈവസഭയെക്കുറിച്ച്, കുഞ്ഞാടിന്റെ കാന്തയെക്കുറിച്ച് 3-ാം അധ്യായത്തിൽ പരാമർശം കഴിഞ്ഞ് മേലാൽ സംഭവിക്കാനുള്ളത് വെളിപ്പെടുത്തുമ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ന്യായമായ ഒരു ചോദ്യം, മേലാൽ സംഭവിക്കാനുള്ളത് വെളിപ്പെടുത്തുമ്പോൾ ദൈവസഭ എവിടെയാണ്? ദൈവസഭ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ടൈപ്പോളജി, ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ധാരാളം തന്നിട്ടുണ്ട്. ഞാൻ ഓടിച്ച് ആ ഭാഗങ്ങളൊന്ന് പറയാം. നോഹയുടെ സംഭവം, രാഹാബിന്റെ കാര്യം, ലോത്തിന്റെ കാര്യമൊക്കെ ഈ വിധത്തിൽ സഭ എവിടെയാണെന്നുള്ളതിന്റെ സൂചനയായി ടൈപ്പോളജി ദൃഷ്ടാന്തത്തിൽ പഴയ നിയമത്തിൽ കാണുന്നു. നോഹ, നീതിമാനായ നോഹ, നീതീകരിക്കപ്പെട്ട രാഹാബ്, നീതിമാനായ ലോത്ത്,
പാപികളും ദോഷികളുമായിരുന്നെങ്കിലും അവർ ന്യായവിധി കടന്നു വന്നപ്പോൾ അവരെവിടെയാണെന്നുള്ളത് ചിന്തനീയമായ കാര്യമാണ്. യേശുക്രിസ്തു ലൂക്കോസ് 17:26 തൊട്ടുള്ള വാക്യത്തിലും 34 തൊട്ടുള്ള വാക്യത്തിലും യേശുക്രിസ്തു പറഞ്ഞു, ലോത്തിന്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കും. ലോത്തിന്റെ കാലം പോലെ. ലൂക്കോസ് 17:29-30. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ഔവണ്ണം തന്നെ. ആ വാക്യം നോക്കിയേ. ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീഗന്ധവും എല്ലാവരെയും ചൊരിഞ്ഞ് അവരെ മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രന്റെ നാളിലും അങ്ങനെ സംഭവിക്കും. നമ്മൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ 2 പത്രോസ് 2:6-7 വാക്യം കൂടെ ചേർത്ത് പഠിക്കണം. 2 പത്രോസ് 2:6-7 വാക്യത്തില് ലോത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീതിമാനായ ലോത്തെന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വലഞ്ഞുപോയ ലോത്തെന്നാണ്. വിശ്വാസത്തിൽ വലഞ്ഞുപോയി. വിശ്വാസത്തിൽ ലോത്ത് നീതിമാനായിരുന്നെങ്കിലും പത്രോസ് രേഖപ്പെടുത്തി, ആ ഭാഗത്ത് അവൻ വലഞ്ഞുപോയ ലോത്തായിരുന്നു. പക്ഷെങ്കിൽ ഉൽപ്പത്തി 19:22 ദൂതൻ ചെന്ന് ലോത്തിനോട് പറയുന്നുണ്ട്, നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലേ. നീ പട്ടണം വിട്ടു പോകുവോളം, നീ ആ സോവാർ വരെ ചെല്ലുന്നത് വരെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയും. ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ വന്നവനാണ്, ന്യായവിധിക്കായി കടന്നു വന്നവനാണ്. നീ ഇവിടെ നിന്ന് പോകുവോളം, നീ ആ പട്ടണത്തിൽ ചെല്ലുവോളം, നീ ഈ സോദോമിന്റെ അതിര് വിടുന്നത് വരെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. മനുഷ്യപുത്രന്റെ വരവിലും അതുപോലെ സംഭവിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലഞ്ഞുപോയ നീതിമാന്റെ സാന്നിധ്യം, അവിടെ ന്യായവിധി വരാതെ ദൂതൻ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് പറഞ്ഞുവെങ്കിൽ ഈ ലോകത്തിൽ എത്രയോ വിശുദ്ധന്മാർ വലഞ്ഞവരും വലയാത്തവരും പാർക്കുന്നു. യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എത്രയോ ആയിരങ്ങൾ, 10,000-ങ്ങൾ, ലക്ഷങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ശീതോഷ്ണന്മാരായി തീർന്നിട്ടുണ്ട്, ശരിയാണ്. എന്നാൽ അവനെ അക്ഷയമായി സ്നേഹിക്കുന്ന വലിയൊരു സമൂഹം ഈ ഭൂമിയിലുണ്ട്. അവരുടെ സാന്നിധ്യം തീർച്ചയായും പഴയ നിയമ ഏടുകളെ പരിശോധിച്ചാൽ യേശുക്രിസ്തുവിന്റെ വരവ്, ന്യായവിധി ഈ ലോകത്തിൽ വരണമെങ്കിൽ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം. നോഹയുടെ കാലത്തിലും നോഹ പെട്ടകത്തിൽ കടന്നു ന്യായവിധി വന്നു. രാഹാബ് എന്ന വേശ്യ പട്ടണം വിട്ടു, അവിടെ ന്യായവിധി കടന്നു വന്നു. ദൈവത്തിന്റെ വചനത്തിലെ ടൈപ്പോളജി മുഴുവൻ ആ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് രണ്ടാമത് ചിന്തിപ്പാനായിട്ടുള്ള കാര്യം, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ ചിന്തിച്ചു സഭ എവിടെയാണെന്നുള്ള ചോദ്യമാണ്. ഈ ദൂതിൽ തന്നെ, വെളിപാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ പഠിക്കുകയായിരുന്നു. 3-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും അനേക പ്രാവശ്യം സഭയെക്കുറിച്ച് പറഞ്ഞ ശേഷം മേലാൽ സംഭവിക്കാനുള്ള കാര്യം പറയുമ്പോൾ യാതൊരു പരാമർശവുമില്ല. 19-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ മാത്രമേ സഭയെക്കുറിച്ചുള്ള പരാമർശം കാണുന്നുള്ളൂ. രണ്ടാമത് 2-3 അധ്യായത്തിൽ 7 സഭയ്ക്ക് ദൂത് കൊടുത്തപ്പോഴും അതിന്റെ അവസാനത്തിൽ പറഞ്ഞത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തം, സഭാ കാലയളവിൽ ആത്മാവ് ദൈവജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ആത്മാവ് വാദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ 13-ാം അധ്യായം എടുത്ത് മേലാൽ സംഭവിക്കാനുള്ളത് പറഞ്ഞപ്പോൾ 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, വെളിപാട് ദിവസം 13:9 നോക്കുക. 2-3 അധ്യായത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞെങ്കിൽ 13:9 ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെ ദൈവസഭയുണ്ടായിരുന്നു എങ്കിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞേനെ. ഒരു കാര്യം വ്യക്തം, ഇവിടെ ആത്മാവുമില്ല, ദൈവസഭയുമില്ല. പെന്തിക്കോസ് പെരുന്നാളിൽ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തിക്കോസ് പെരുന്നാളിൽ ദൈവസഭയുടെ പണിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇവിടെ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എവിടെയാണ്? നമ്മൾ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ 5-ാം വാക്യം നോക്കിയേ. 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, അവിടെ ദൈവത്തിന്റെ 7 ആത്മാവായ 7 നിലവിളക്കുകള് സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ, അതായത് സഭാകാലയളവിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലായിരുന്നു. ദൈവസഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം പരിശുദ്ധാത്മാവിനെ കാണുന്നത് സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിന് മുന്നിലാണ്. അതുകൊണ്ട് പിന്നീട് രേഖപ്പെടുത്തിയപ്പോൾ എഴുതി, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതിന്റെ മനോഹരമായ ദൃഷ്ടാന്തമാണ് അബ്രാഹാമിന്റെ കാര്യസ്ഥനായ എലിയാസാർ ഒരു കാന്തയെ
തന്റെ മകന് വേണ്ടി ഒരുക്കുവാൻ കടന്നുപോയ ചിത്രം. ഏലിയാസാർ കടന്നുപോയി തന്റെ യജമാനനെ കുറിച്ചും യജമാനന്റെ മകനെ കുറിച്ചും അവരുടെ ധനത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും ഒരുപാട് അവർ റിബേക്കയോട് പറഞ്ഞ് അവളുടെ മനസ്സിനെ വശീകരിച്ച് അവൾക്ക് സമ്മാനങ്ങൾ കൊടുത്ത് ആ ഇസഹാക്കിന് വേണ്ടി അവളെ എലിയാസാർ ഒരുക്കി കൊണ്ട് വന്നിട്ട് ആ എലിയാസാർ ആ വരന്റെ കരച്ചിലോട്ട് അവളെ ഏൽപ്പിച്ച ശേഷം എലിയാസാർ അവിടെ നിന്ന് മാറുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇറങ്ങി വന്ന് ദൈവപുത്രനൊരു കാന്തയെ ഒരുക്കി കർത്താവിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്ന ചിത്രമാണ് സഭ ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവുമായിട്ട് കരയേറിപ്പോകുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല വളരെ വ്യക്തമായി നമുക്ക് 2 തെസ്സലോനിക്കർ 2:7 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധർമ്മമൂർത്തി അന്തിക്രിസ്തു വെളിപ്പെടുന്നത് പറയുമ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. അന്തിക്രിസ്തു വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് മാറ്റപ്പെടണം. തടുക്കുന്നവൻ വഴി നിന്ന് മാറണം. 2 തെസ്സലോനിക്കർ 2:7 വാക്യം. തടുക്കുന്നവൻ വഴി നിന്ന് മാറണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നെങ്കിലും തടുക്കുന്നവൻ വഴി നിന്ന് മാറണം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അന്തിക്രിസ്തു വെളിപ്പെടുവാൻ അനുവദിക്കുന്നില്ല. ദൈവസഭയുടെ സാന്നിധ്യം അന്തിക്രിസ്തു വെളിപ്പെടുവാൻ അനുവദിക്കുന്നില്ല. എന്നാൽ ദൈവസഭയും പരിശുദ്ധാത്മാവും മാറണം. ദൈവാത്മാവ് മാറ്റപ്പെടുമ്പോൾ അന്തിക്രിസ്തു വെളിപ്പെടുന്നു. നമുക്കത് കാണാൻ സാധിക്കുന്നു. 4-ാമതായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ടുള്ളത് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അനന്തരം ആഫ്റ്റർവേർഡ്സ് എന്ന് പറഞ്ഞാൽ സഭാകാലയളവ് കഴിഞ്ഞ് എ ന്യൂ ഫേസ് ഓഫ് വിഷൻ, ഒരു പുതിയ തുടക്കം അവിടെ കുറിക്കുകയാണ്. അനന്തരം ഇത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്ന ഒരു പദമാണ്. അതായത് ജാതികളുടെ മധ്യത്തിൽ നിന്ന് ദൈവം ഒരു ജനത്തെ എടുത്തുകൊള്ളുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ 16-ാം വാക്യം, അനന്തരം ഞാൻ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിയും. ദൈവസഭയുടെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഞാൻ ആഫ്റ്റർവേർഡ്സ് ദാവീദിന്റെ കൂടാരം ഇസ്രായേലിനോട് ഇടപെടും. ഇവിടെ നമ്മൾ വായിക്കുന്ന അതേ പദമാണ്. അനന്തരം ദൈവസഭയുടെ പണി പൂർത്തീകരിച്ചു. അനന്തരം എ ന്യൂ ഫേസ് ഓഫ് വിഷൻ, ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ തുടക്കം കുറിക്കുകയാണ്. അഞ്ചാമതായിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. അത് അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നെനിക്ക് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. യോഹന്നാൻ എവിടെയാണ് ഈ ശബ്ദം കേൾക്കുന്നത്? സ്വർഗത്തിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. സ്വർഗത്തിലൊരു വാതിൽ തുറന്നിട്ട് അവിടെ നിന്ന് ശബ്ദം കേൾക്കുകയാണ്, ഇവിടെ കയറി വരിക. എന്നാൽ ആ ശബ്ദത്തെ കുറിച്ച് പറയുന്നു, എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം. 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നോക്കി. 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് അയക്ക എന്ന എങ്ങനെ കാഹളനാദത്തിനൊത്തൊരു മഹാനാദം എന്റെ പിറകിൽ കേട്ടു. അതാരുടെ ശബ്ദമായിരുന്നു? യേശുക്രിസ്തുവിന്റെ ശബ്ദമായിരുന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ കാഹളത്തിനൊത്ത ശബ്ദം, 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന ദൈവപുത്രന്റെ ശബ്ദം കേട്ടു. ഇപ്പോൾ അവന്റെ ശബ്ദം ആകാശത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇവിടെ കയറി വരിക എന്ന് ആദ്യം എന്നോട് സംസാരിച്ച കാഹളനാഥനത്തെ ശബ്ദം പറയുന്നു. ഇവിടെ ഒരു പഠനമുണ്ട്. സഭാകാലയളവിൽ യേശുക്രിസ്തു എവിടെയായിരുന്നു? സഭയുടെ മധ്യത്തിൽ അവൻ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസഭയുടെ മധ്യത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് സഭയുടെ മധ്യത്തിൽ നടന്നുകൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ യോഹന്നാനും കണ്ട കാഴ്ച 7 നിലവിളക്കുകളുടെ നടുവിൽ കാഹളനാദത്തിനൊത്ത ശബ്ദമുള്ളവൻ. അവന്റെ ശബ്ദമാണ് ഇപ്പോൾ സ്വർഗത്തിൽ കേൾക്കുന്നത്. അപ്പോൾ അവൻ ആക്ഷരികമായി ദൈവസഭ മാറ്റപ്പെട്ടപ്പോൾ അവനും അവിടെ നിന്ന് യോഹന്നാനോട് കയറി വരിക എന്ന് പറയുകയാണ്. മനോഹരമായി നമുക്കത് കാണാനായിട്ട് അവിടെ സാധിക്കുന്നു. ആ ശബ്ദം യേശുക്രിസ്തുവിന്റെ ശബ്ദമാണ്. തീർച്ചയായിട്ടും ദൈവസഭ ഉയരത്തിലേക്ക് കരയേറിയത് കൊണ്ടാണ് ആ വിധത്തിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും 19-ാം അധ്യായത്തിൽ മാത്രമേ സഭയെക്കുറിച്ചുള്ള പരാമർശമുള്ളൂ. നമുക്ക് ആ ഭാഗം ഒന്നെടുക്കാം. 19-ാം അധ്യായത്തിൽ മാത്രമേ തന്റെ കാന്തയും 7-ാം വാക്യത്തിൽ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ 14-ാം വാക്യം, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു.
സ്വർഗത്തിലെ സൈന്യങ്ങൾ എന്നാണ് ഇംഗ്ലീഷിൽ, ആർമീസ് എന്നാണ്. മലയാളത്തിൽ സൈന്യം എന്നാണ്, പക്ഷെ ഇംഗ്ലീഷിൽ ആർമീസ് എന്നാണ്, സൈന്യങ്ങൾ എന്നാണ്. യേശുക്രിസ്തു സ്വർഗം തുറന്ന് അവൻ വെള്ളക്കുതിരപ്പുറത്ത് ഭൂമിയിലേറ്റ് രാജാവായി ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുവാൻ മടങ്ങി വരുന്ന കാഴ്ചയാണ്. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ സ്വർഗത്തിലെ സൈന്യങ്ങൾ അവന്റെ പിറകെയുണ്ട്. ആ സൈന്യങ്ങൾ ആരാണ്? ഒന്ന്, സകല വിശുദ്ധന്മാരുമാണ്. 1 തെസ്സലോനിയർ 3:13 തെസ്സലോനിക്ക ലേഖനത്തെ നമുക്ക് നോക്കാം. 1 തെസ്സലോനിയർ 3:13 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരണം. സ്വർഗത്തിലെ സൈന്യം അവനെ പുറകെ അണിനിരന്ന് വരികയാണ്. യൂദാന ലേഖനം 15 ഇത് തന്നെ കാണുന്നുണ്ട്. ഇതാ അവൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വരുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവന്റെ സകല വിശുദ്ധന്മാരും അവനോടുകൂടെ വരണം. അത് വരുന്നത് 19 യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ഭാഗത്താണ് പറയുന്നത്. സഭ ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേട്ടു. കോട്ടപ്പ്, സ്നാച്ച്ഡപ്പ്. വേദപണ്ഡിതന്മാർ പറയുന്നത് കഴുകൻ വന്ന് ഒരു കിളിയെ അല്ലെങ്കിൽ ഒരു പക്ഷിയെ റാഞ്ചിക്കൊണ്ട് പോകുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്ന പദം കോട്ടപ്പ് എന്ന് പറയുന്നത്. കാഹളം കേൾക്കും, നാം രൂപാന്തരപ്പെടും. ഈ പക്ഷി റാഞ്ചിക്കൊണ്ട് പോകുന്നത് പോലെ നമ്മൾ വാസ്തവത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുത്തുകൊള്ളപ്പെടും. ഉൽപ്രാവണം, ആ ഉൽപ്രാവണ സമയമാണ് വെളിപാട് ദിവസം 4 തൊട്ട് 19 വരെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് മടങ്ങി വരുമ്പോൾ അവനോടുകൂടെ ദൈവസഭയും മടങ്ങി വരുന്നത്. എന്നാൽ സൈന്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ സകല വിശുദ്ധന്മാർ വരുന്നു. എന്നാൽ രണ്ടാമത് സകല ദൂതന്മാരും കൂടെ വരും. 2 തെസ്സലോനിയർ 1:6 നോക്കി. 2 തെസ്സലോനിയർ 1:6. 2 Thessalonians chapter 1 verse 6. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജാതയിൽ പ്രത്യക്ഷനായി. നമ്മൾ മത്തായി 25:31 വായിക്കുന്നു. മത്തായി 25:31 അവിടെ വായിക്കുന്നുണ്ട്, വായിച്ചേക്കാം. 25:31. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിനെ സിംഹാസനത്തിലിരിക്കും. അപ്പോൾ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ശക്തിയുള്ള സകല വിശുദ്ധ ദൂതന്മാരുമായി, സകല ദൂതന്മാരുമായി, അവന്റെ സകല വിശുദ്ധന്മാരുമായി സ്വർഗത്തിലെ സൈന്യങ്ങൾ അവന്റെ പിറകിൽ അവനെ അനുഗമിച്ചുകൊണ്ട് ഭൂമിയിലോട്ട് വരുന്നു അവന്റെ മഹത്വ പ്രത്യക്ഷതയിൽ. അങ്ങനെ വരണമെങ്കിൽ സഭ കരേറിപ്പോയിട്ടുണ്ട്. 6ാമതായിട്ട് ചിന്തിപ്പാനായിട്ടുള്ളത് വെളിപാട് പുസ്തകം 4-ാം ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞപ്പോൾ 2-ാം വാക്യം, ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത് കണ്ടു. ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഇമീഡിയറ്റ്ലി, പെട്ടെന്ന് ഞാൻ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നത്. യോഹന്നാൻ അങ്ങനെ ചെറുക യാത്ര ചെയ്ത് അങ്ങോട്ട് പോകുകയല്ല. ഒരു നിമിഷം കൊണ്ട് ഇവിടെ കയറി വരിക എന്ന ശബ്ദം കേട്ടു. ഒരു നിമിഷം കൊണ്ട് താൻ അവിടെ കയറി ചെല്ലുകയാണ്. ഇത് സഭയുടെ ഉൽപ്രാവണമല്ലേ? 1 കൊരിന്ത്യർ 15:52 അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ ഞാൻ രൂപാന്തരപ്പെടും. വിതിൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ. ഇവിടെ കയറി വരിക എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും ഒരു നിമിഷം കൊണ്ട്, സെക്കൻഡ് കൊണ്ട്, വിതിൻ ദ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിന്റെ ഒരു ചെറിയ സമയം കൊണ്ട് രൂപാന്തരപ്പെട്ട് എടുത്തോളപ്പെടും. എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ഇപ്പോഴങ്ങ് സംഭവിക്കും, നമ്മൾ അറിയില്ല. ഇവിടെ ഇരിക്കും, നമ്മളങ്ങ് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ മുന്നിൽ ഇരിക്കും. ഒരു പക്ഷേ നമ്മളങ്ങ് മടങ്ങി വീട്ടിലോട്ട് പോകുമ്പോഴായിരിക്കും, ഒരു പക്ഷേ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും, എപ്പോഴാണെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കയറി വരിക എന്ന ശബ്ദം പെട്ടെന്ന് നാം എടുത്തുകൊള്ളപ്പെടും. യെസ്. പിന്നീട് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്, വെളിപാട് ദിവസം മുഴുവൻ ശ്രദ്ധിച്ചെങ്കിലേ സാധിക്കത്തുള്ളൂ. 4-ാം അധ്യായം തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചാൽ ലോർഡ് ഗോഡ് ഓൾമൈറ്റി, യഹോവ, സർവശക്തനായ യഹോവയായ കർത്താവ്, ഇങ്ങനെയുള്ള പദമാണ് 4-ാം അധ്യായം തുടങ്ങി ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ വെളിപാട് ദിവസം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. 4-ാം അധ്യായം തുടങ്ങി ദൈവമെന്നും യഹോവയായ ദൈവമെന്നും സർവശക്തനുമാണ് വിളിക്കുന്നത്. ആ പദം പഴയ നിയമത്തിൽ സാധാരണ കാണുന്ന വാക്കാണ്. എന്നാൽ സഭയോട് പറയുമ്പോൾ ലേഖനങ്ങളിൽ ആ പദം സാധാരണ ഉപയോഗിക്കാറില്ല. ലേഖനങ്ങളിൽ ദൈവത്തിന്
ഫാദർ, പിതാവേ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എ ടെൻഡർ അഫെക്ഷൻ, എ ടെൻഡർ അഫെക്ഷൻ. അപ്പനും മക്കളും പോലെയുള്ള ബന്ധം, പിതൃത്വ ബന്ധം. അബ്ബ, പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. ദ സ്പിരിറ്റ് ഓഫ് സൺഷിപ്പ്, പുത്രത്വത്തിന്റെ ആത്മാവ് തന്ന് പിതാവിനോട് പിതാവേ എന്ന് വിളിപ്പാനായിട്ടുള്ള നമ്മയും പഠിപ്പിച്ചു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിപ്പാൻ ആ ബന്ധമാണ് സഭയ്ക്ക് തന്നത്. ലേഖനങ്ങളിലൊക്കെ നമ്മുടെ പിതാവ്, നമ്മുടെ പിതാവ്, സ്വർഗീയ പിതാവ് എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഉടനീളം പറയുന്ന പദം ദൈവം, ദൈവമായ കർത്താവ്, സർവശക്തനായ ദൈവം എങ്ങനെയുള്ള പദമാണ്. ഒരിക്കൽ പോലും പഴയ നിയമത്തിൽ പിതാവ് എന്ന് വിളിച്ച് കാണുന്നില്ലേ? ഇത് എന്തുകൊണ്ടാണ്? വൈ? 4-ാം അധ്യായം തുടങ്ങി സഭയുടെ അഭാവമാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ സഭയുടെ അഭാവമാണ് ആ പിതാവേ എന്നുള്ള പദത്തിന് പകരം പഴയ നിയമത്തിൽ ഉപയോഗിച്ച ദൈവമെന്നും ദൈവമായ കർത്താവെന്നും സർവശക്തനെന്നുമുള്ള പദം 4-ാം അധ്യായം തുടങ്ങി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഇവിടെ ഒരു കാര്യം നമുക്ക് ഓർക്കാൻ കഴിയും. ഈ സന്ദർഭം പ്രത്യേകാൽ ദൈവം ഇസ്രായേലിനോട് ഇടപെടുന്ന സന്ദർഭമാണ്. പഴയ നിയമ ഇസ്രായേലിനോട് ഇടപെട്ടപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളാണ് അതൊക്കെ. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ ഈ ഇടയ്ക്ക് ഒരു ഭാഗത്തുണ്ട്, 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, അത് നമ്മോടുള്ള ബന്ധത്തിലല്ല, യേശുക്രിസ്തുവിന്റെ പിതാവെന്നേ പറഞ്ഞിട്ടുള്ളൂ. 14-ാം അധ്യായത്തിന്റെ 1, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും. അവന്റെ നാമവും പിതാവിന്റെ നാമവും യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിലാണ് പിതാവെന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മോടുള്ള ബന്ധത്തിലല്ല അത് അവിടെ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത് വെളിപാട് പുസ്തകം 4-ാം അധ്യായം തുടങ്ങി പിതാവെന്നുള്ള ബന്ധം നമ്മോടുള്ള ബന്ധത്തിൽ കാണാത്തതിന്റെ കാരണം നമ്മൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ക്രിസ്തീയ സഭയിലെ വേർപെട്ട സമൂഹങ്ങളിൽ പോലും ദൈവജനത്തിന്റെ മധ്യത്തിൽ സംശയങ്ങൾ ജനിപ്പിക്കുവാൻ പലരും തുനിഞ്ഞിട്ടുണ്ട്. സഭ പീഡനത്തിൽ കൂടെ കടന്നു പോകും എന്നുള്ളത് വെളിപാട് പുസ്തകത്തിൽ നിന്ന് മാത്രം പഠിച്ചാൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നാം ഇവിടെ കാണത്തില്ല. അത് ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് തെളിയിക്കുവാനായിട്ട് ശ്രമിക്കാം. 1 തെസ്സലോനിയർ 4-ാം അധ്യായം 16-17 വാക്യം. 1 തെസ്സലോനിയർ 4-ാം അധ്യായം 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യത്തിലെ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർച്ച നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊത്ത് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. നാം കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ആ സമയം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചാൽ മത്തായി 24-ന്റെ 21-ഉം 22-ലും യേശുക്രിസ്തു പറഞ്ഞു വലിയ കഷ്ടം. അതുപോലെ മറ്റൊരു നാൾ ഇല്ലാതെ വണ്ണം അത് വലിയ കഷ്ടമായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്. യെശയ്യാവ് 2-ന്റെ 12-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ്. യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ് അനേക പ്രാവശ്യം ഉപയോഗിച്ചു. ആ കാലഘട്ടത്തിന് മറ്റൊരു പദം പറഞ്ഞു, ക്രോധം, ഇൻഡിഗ്നേഷൻ. യെശയ്യാവ് 26-ന്റെ 20, 34-ന്റെ 2. ജെരമ്യാവ് 30-ന്റെ 7 യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞു, ടൈം ഓഫ് ജേക്കബ്സ് ട്രബിൾ. ജെരമ്യാവ് 30-ന്റെ 7 കഷ്ടകാലം, എ ടൈം ഓഫ് ട്രബിൾ. ദാനിയേൽ 12-ന്റെ 1 കഷ്ടകാലം. ദാനിയേലിന്റെ 70-ാം ആഴ്ചവട്ടം, ദാനിയേൽ 9-ന്റെ 25 തൊട്ടുള്ള കാര്യം. വെളിപ്പാട് 3-ന്റെ 10 പരീക്ഷാകാലം. ഭൂമിയിൽ എങ്ങും വരുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുന്ന പരീക്ഷാകാലം. വെളിപാട് ദിവസം 6-ന്റെ 17 അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? കൃപയുടെ വാതിൽ അടയാതെ, കരുണയുടെ വാതിൽ അടയാതെ ദൈവത്തിന്റെ മഹാകോപ ദിവസം ആരംഭിക്കില്ല. സംശയമുണ്ടെങ്കിൽ യെശയ്യാവ് 61-ന്റെ 2, ലൂക്കോസ് 4-ന്റെ 16 തൊട്ട് 21 വരെയുള്ള വാക്യത്തോട് തുലനം ചെയ്ത് വായിച്ചാൽ മതി. യെശയ്യാവ് 61-ന്റെ 2 യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും, പ്രസാദ വർഷവും പ്രതികാര ദിവസവും. ലൂക്കോസ് 4-ന്റെ 16 തൊട്ട് യേശുക്രിസ്തുവിന്റെ 1-ാം വരവ് പ്രസാദ വർഷം പ്രസംഗിപ്പാനായിരുന്നു. അത് അവസാനിച്ച് കഴിയുമ്പോൾ പ്രതികാര ദിവസം ആരംഭിക്കും. ആ ദിവസത്തിൽ വെളിപാട് 6-ന്റെ 17 അവരുടെ മഹാകോപ ദിവസം വന്നു,
ആർക്ക് നിൽപ്പാൻ കഴിയും? അപ്പോൾ ആ കാലഘട്ടം ദൈവത്തിന്റെ കോപം ചൊരിയുന്ന കാലഘട്ടം, ആ കാലഘട്ടം കൃപായുഗം അവസാനിച്ച കാലഘട്ടം, ആ കാലഘട്ടം യാക്കോബിന്റെ കഷ്ടകാലം, ആ കാലഘട്ടം ക്രോധം എന്ന് പറയുന്ന കാലഘട്ടം, ആ കാലഘട്ടം ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്ന് പറയുന്ന ദിവസം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ദിവസം അവസാനിച്ച് ദൈവത്തിന്റെ ദിവസങ്ങൾ ആരംഭിക്കുകയാണ്. ന്യായവിധിയെയും തുടർന്നുള്ള ദിവസങ്ങളും ആരംഭിക്കുന്ന ദിവസം. എന്നാൽ 1 തെസ്സലോനിക്കർ 5:9 വായിക്കാം. 2 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 1 തെസ്സലോനിക്കർ 5:9. 1 തെസ്സലോനിക്കർ 5:9. ദൈവം നമ്മെ കോപത്തിനല്ല, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? എന്നാൽ 1 തെസ്സലോനിക്കർ 5:9 ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ദൈവിക നിയമനം, അപ്പോയിന്റ്മെന്റ് ഓഫ് ഗോഡ്. ഗോഡ് ഹാസ് അപ്പോയിന്റഡ് us not unto wrath. നമ്മെ കോപത്തിനല്ല അവൻ നിശ്ചയിച്ചിരിക്കുന്നത്. നാം ഉറങ്ങിപ്പോയി. വിശ്വാസികൾ ഉറങ്ങുന്നവരുമുണ്ട്, ഉണർന്നിരിക്കുന്നവരുമുണ്ട്. രക്ഷിക്കപ്പെട്ടവരാ, പക്ഷെ അവർ ഉറങ്ങിപ്പോയി. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തുന്നു, ഉറങ്ങിപ്പോയാലും ഉണർന്നിരുന്നാലും നമ്മെ കോപത്തിലോട്ട് കൈവിടത്തില്ല. ഉണർന്നിരിക്കുന്നവരെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നല്ല, പാർഷ്യൽ റാപ്ചർ, ഭാഗികമായ ഉൾപ്രാവണം പഠിപ്പിക്കുന്നവരുണ്ട്. ഈ വാക്യം അതിന് ചേരില്ല. ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നമ്മെ കോപത്തിനല്ല, നമ്മെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിന്റെ 1 തെസ്സലോനിക്കർ 1 എടുക്കാം. 1 തെസ്സലോനിക്കൻസ് ചാപ്റ്റർ 1 അതിന്റെ 9-10 വാക്യം. മലയാളത്തിൽ 9 വാക്യമേ ഉള്ളൂ. അവിടെ വായിക്കുമ്പോൾ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. വാക്ക് നോക്കിയേ, വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനുള്ള യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് നാം കാത്തിരിക്കുന്നു. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നും അവൻ നമ്മെ അറിയുന്നു. 9 വാക്യത്തിൽ ഇവിടെ വായിച്ചു നോക്കിയാൽ, നാം സത്യദൈവത്തെ സേവിക്കുന്നു. 9 വാക്യത്തിന്റെ മധ്യഭാഗം, നാം സത്യദൈവത്തെ സേവിക്കുന്നു, നാം യേശുക്രിസ്തുവിനായി കാത്തിരിക്കുന്നു. വി സെർവ് ആൻഡ് വി വെയിറ്റ്. വൈൽ വി സെർവ് വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം. വെയിറ്റ് ചെയ്യുന്നത് വരുവാനിരിക്കുന്ന കോപത്തിൽ നമ്മെ വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരും. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കും. അവൻ നമ്മുടെ കോപവും ക്രോധവും ഏറ്റെടുത്തു. ക്രൂശിൽ അവൻ അനുഭവിച്ചത് ആ വലിയ ക്രോധത്തിൽ നമ്മളെ വിടുവിപ്പാൻ കൂടെയാണ്. നമ്മെ ഒരിക്കലും അതിൽ കൂടെ കടത്തിവിടത്തില്ല. ദൈവസഭയുടെ അഭാവം അതാണ്. വെളിപാട് പുസ്തകം 4 തുടങ്ങി ദൈവസഭയുടെ അഭാവം നമ്മൾ കാണുന്നത് ഈ ഭൂമിയിൽ. 19 യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിൽ മാത്രമേ അത് കാണുന്നുള്ളൂ. നമുക്ക് ഉണരാം. ലവോദിക്യ സഭയെക്കുറിച്ച് നമ്മൾ ഓർത്തപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ നിറവടിയായി നിവർത്തിപ്പാൻ, ഉപദേശത്തിൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഉറച്ചു നിൽപ്പാൻ ഈ അവസാന നാളുകളിൽ നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, നാം വരുവാനെന്ന കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ യേശുക്രിസ്തു മടങ്ങി വരും. അത് ഏത് സന്ദർഭത്തിലും നടക്കും. കണ്ണിമയ്ക്കുന്നതിൽ നമ്മൾ മാറ്റപ്പെടും. ആ പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുകയും ഉണർന്നും ഒരുങ്ങിയും കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുകയും ചെയ്യാം. അവന്റെ വലിയ നാമം മഹത്വപ്പെട്ടേ.